മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 5 into 5 equal to 25. Yeah, 25. 5 into 3 15. 15. ഈ 5 into 3 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? നമ്മൾ 3 ടൈംസ് എന്ത് ചെയ്യാം 5നെ അഡിഷൻ ചെയ്യാം. 3 ടൈംസ് എന്ത് ചെയ്യാണ് 5നെ അഡീഷൻ ചെയ്യാം അല്ലെ? ഇനി നമ്മൾ ഇവിടെ ഇൻറ്റീജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ -5 into 3 ആണെന്നുണ്ടെങ്കിൽ -5 into 3 അഥവാ എന്താ വരുന്നത്, ഒരു നമ്പറിന് മാത്രം മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താണെന്നറിയോ? അറിയോ? വെരി ഗുഡ്, -15. ഒരു നമ്പറിനാണ്, ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ ആൻസറിൽ എന്തുണ്ടാവും? മൈനസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ -4 into 5 എന്താ വരിക? -4 into 5 -20. വെരി ഗുഡ്. അഥവാ നമുക്ക് എയും ബിയും വെച്ച് പറയാം. a into -b എന്നാണെന്നുണ്ടെങ്കിൽ a into -b അല്ലെങ്കിൽ -a into b എന്നാണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താ വരിക? ആൻസർ ചെയ്യുമ്പോ എന്തുണ്ടാവും? അതിന്റെ മുമ്പിൽ ഒരു മൈനസ് ഉണ്ടാകും. ഓക്കെ, അത് എയും ബിയും വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇനി 2 മൈനസ് വരികയാണെന്നുണ്ടെങ്കിലോ, 2 നമ്പറിനും മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ -3 into -6 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആൻസർ എന്താ വരിക? 18. വെരി ഗുഡ്. അത്ര തന്നെ ഉള്ളൂ. എയും ബിയും a into b -a into -b അല്ലെ? -a into -b. എപ്പോഴും മൈനസ് ഉണ്ടാവുമ്പോ ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കട്ടോ, തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈനസ് ഉണ്ടാവുമ്പോ എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഇടാം. അപ്പൊ -a into -b ഈക്വൽ ടു എന്ത് വരും? a into b മാത്രാവും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഇനി നമ്മള് ഒരു 3 ഡിജിറ്റ് ഒക്കെ